ഇവരുടെ പാട്ട് നിങ്ങൾ കേട്ടില്ലേ? അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ചെമ്മീൻ കുടംപുള്ളി ഇട്ട് വെച്ചതുണ്ട്, പല ടൈപ്പ് മീൻ കറികൾ ഇവർക്കുണ്ട്. ഇതെന്താ കാരണം എന്നറിയോ? ഇത് കണ്ട നിങ്ങൾ, ഇവിടെ ഇവരുടെ വീടിൻ്റെ സൈഡിൽ ഇതേപോലെ കുറേ കുളങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള പല ടൈപ്പിലുള്ള മീനുകൾ. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് ആവശ്യമുള്ള മീൻ പിടിച്ച് കഴിക്കും. അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇഷ്ടമുള്ള സമയത്ത് പിടിച്ച് കഴിക്കല്ലേ? അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കണേ എന്നുള്ളത് നമുക്ക് കാണാം. മാജിക് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ലഭിക്കും. ഇനി നമുക്കിത് ഉണ്ടാക്കിയത് ഇവരുടെ പപ്പമാരാണ്. അവരെ നമുക്ക് വിളിച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കണേന്ന് പറയാം. എനിക്കിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു പടുതാകുളം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആവശ്യമുള്ള മീൻ ഒരു വർഷം മുഴുവൻ കഴിക്കാം. അതിന് പല കുളങ്ങളിൽ പല ടൈമിലായിട്ടാണ് ഇവർ ഇതിൽ മീനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ജോഷിയേട്ടനോടും സിബിയേട്ടനോടും നമുക്ക് ചോദിച്ചറിയാം. ഇവരാണ് ഈ കുളത്തിൻ്റെ ഉടമകൾ. ഇവർ കേരളം മുഴുവൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ്. ഇത് ജോഷി ഇമ്മട്ടി, ഇത് അദ്ദേഹത്തിൻ്റെ അനിയൻ സിബി ഇമ്മട്ടി. ഇമ്മട്ടി സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ പ്രശസ്തരാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇവരിങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിപ്പോൾ എത്ര മാസമായി ഇതുപോലെ ചെയ്തിട്ട്? ഇത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 24-ാം തീയതിയാണ് ആദ്യമായിട്ട് മീനുകൾ ഇറക്കിയത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം നമ്മുടെ കമ്പനിയിൽ ജോലിക്കാരൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് പേര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, 2-3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്ന് എന്തെങ്കിലും ജോലികൾ ആക്ടിവിറ്റീസൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ സ്ഥലം നമുക്ക് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് ഫാമിങ് ചെറിയ രീതിയിൽ തുടങ്ങാം. അതിലൊരുപാട് ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ജൂലൈ 5-ാം തീയതിക്ക് ശേഷം ഇതിൻ്റെ കുളത്തിൻ്റെ പണികളൊക്കെ തുടങ്ങി. 24-ാം തീയതി ആദ്യമായിട്ട് മീനിറക്കി. ജൂലൈ 24-ാം തീയതി. പിന്നെ ഇപ്പം നിങ്ങളിത് ഇത്ര കാലമായില്ലേ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് കുറേ പ്രശ്നമുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ഇതിലാദ്യം ഞങ്ങൾ മീൻ മേടിച്ചിട്ട് ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസമായപ്പോഴത്തേനും ഇത് മീനുകൾ ചാവാൻ തുടങ്ങി, ചത്തു തുടങ്ങി. ഒരു ദിവസം 10 20 ഒക്കെ വെച്ച്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ തുടക്കക്കാരായതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. ചാനലുകൾ യൂട്യൂബൊക്കെ കണ്ടതിന് ശേഷം ഓരോരുത്തരിൽ നിന്നുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ട് നമ്മൾ തുടക്കക്കാരാണ്, നമുക്കിത് വേറെ അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ട് പഠിച്ച് ഇത് ഈ മാജിക് മീഡിയ തന്നെ കുറെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ള കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അവര് തുടങ്ങാനായിട്ട് നമ്മുടെ വീഡിയോയ്ക്കും ഒരു പ്രചോദനമായി എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം. അല്ല, അത് ശരിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അത് നമുക്ക് ഒരുപാട് പ്രചോദനമായിരുന്നു. ചാനലിലൊക്കെ കൃത്യമായിട്ട് നാടൻ ഇതിൽ പറഞ്ഞു തരണ കാരണം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് കോരം ചെയ്തു. പിന്നെ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2 മാസമായിട്ടൊന്നും ഒരു മീൻ പോലും ഇതിൽ ചത്തിട്ടില്ല. അപ്പോൾ എന്ത് തരം ഇതിനകത്ത് ഫംഗസോ അല്ലെങ്കിൽ വേറെ ഈ ഓക്സിജൻ ഡിപ്ലീഷനോ എന്ത് വന്നാലും നമുക്കത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലായി. ഇനി അത് ചാവാൻ സാധ്യതയില്ല, ഒക്കെ ലെവലായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കുഴി കാര്യങ്ങളൊക്കെ കുഴിക്കാനായിട്ട് എങ്ങനെയാണ് സംവിധാനം ചെയ്തത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഇതിന് മൊത്തം ഇതൊരു ഫൗണ്ടേഷൻ തറയുന്നത് ഒരു വീടായിരുന്നു. ആദ്യം ചെറിയൊരു വീടായിരുന്നു. ആ വീടിൻ്റെ അത് പഴയൊരു ഓടിട്ട മണ്ണിഷ്ടിയുള്ളൊരു വീടായിരുന്നു. പക്ഷെ അതിൻ്റെ തറ നല്ല തറയായിരുന്നു. ശരിക്കും ഇതിൻ്റെയൊക്കെ ഈ കള്ളികളൊക്കെ തിരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ തറയാണ്. അടിയിൽ അതിൻ്റെ നല്ല കരിങ്കൽ തറയുണ്ട്. അപ്പോൾ കരിങ്കൽ തറയുടെ അടിയിൽ നിന്ന് നമ്മൾ ഒരു 3 അടി താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ 1 അടി മുകളിലേക്ക് 2 അടി മുകളിലേക്ക് കല്ല് കെട്ടിയിട്ടുണ്ട്. 7 അടി ഹൈറ്റ്. മീനിന്റെ ഓരോ കുളം നിൽക്കുന്നത് ഓരോ റൂമാണ് ശരിക്കും. ഓരോ റൂമാണ്. മാത്രമല്ല ഇതൊക്കെ 6 അടി വീതം വെള്ളം ഉണ്ട് ഇതിലിപ്പോൾ. 7 അടി ഹൈറ്റ് ഉണ്ട് മുകളിലേക്ക്. 6 അടി വെള്ളം തന്നെയാണ്. നമ്മുടെ തറയുടെ ഹൈറ്റും കൂടി കണക്കാക്കി നമുക്ക് താഴേക്ക് ഒരു 3 അടിക്ക് താഴ്ത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല. മാത്രമല്ല ഒരിക്കലും അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം അത്രയും സോളിഡ് ആണ് കരിങ്കല്ലാവുമ്പോൾ. പിന്നെ അടിയിലേക്ക് കുളമാണ് പോയിക്കുന്നത്, മണ്ണെടുത്തിരിക്കുകയാണ്. വാസം പറഞ്ഞ നമുക്കൊരു കുളം കുത്താനായിട്ട് ഒരു കരിങ്കല്ല് കെട്ടി ഒരു തിണ്ട് കെട്ടേണ്ട ആവശ്യം വന്നില്ല. ഇതൊക്കെ ശരിക്കും ഓരോ റൂമുകളും ഇത് ഹോളൊക്കെ ആയിരുന്നു, മെയിൻ ഹോളൊക്കെ ആയിരുന്നു ഇത് കാണുന്നത്. ഡൈനിങ് ഹാള്, കിച്ചൺ റൂമൊക്കെ ആയിരുന്നു. ഇവിടെ റൂം, അപ്പുറത്ത് റൂം, അവിടെ കിച്ചൺ, ഇവിടെ ഒരു വലിയ ഹാള്. ഇത് എല്ലാം കൂടി എടുത്തിട്ട് ഒരു മീൻ കുളാക്കി. ഇത് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. മാത്രമല്ല നല്ലൊരു ഐഡിയ ആണ്. മീനിന്റെ കൃഷിയിൽ പരീക്ഷിക്കാവുന്നവർക്ക് പഴയ വല്ല വീടിന്റെ തറയ്ക്കും കിടക്കുന്നുണ്ടെങ്കിൽ നേരെ അതിലത്തെ മണ്ണെടുത്ത് മാറ്റി അതിലൊരു ടാർപ്പായ ഇറക്കി അതിൽ മീൻ കൃഷി നടത്താനായിട്ട് സാധിക്കും. ഈ ഐഡിയ ശരിക്കും തന്നത് പപ്പയാണ്. പോൾ എന്നാണ് വിളിപ്പേര്. ഇമ്മട്ടി ലോനപ്പൻ, ഇമ്മട്ടി വറിയത് ലോനപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പപ്പയാണ് ഈ ഒരു ആശയം പറഞ്ഞത് കേട്ടോ. തറ നിർത്തി അടിയിലേക്ക് മണ്ണെടുത്ത് ചെയ്താൽ അത് ഭയങ്കര ഉറപ്പായിരിക്കും എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ പടുതയുടെ അടിയിലൊക്കെ പഴയ പടുതകളും വളരെ സോഫ്റ്റായിട്ട് ഈ പടുത കെടുക്കാവുന്ന രീതിയിലാണ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടൊക്കെയാണ് ചെയ്തത്. ഒരു നല്ലൊരു ഐഡിയ ആണ് ഇപ്പോൾ ഒരു പറഞ്ഞൊരു സംഭവം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള മീൻ വളർത്തലുകൾ പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിക്കല്ല, നടപ്പിലാക്കാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു രീതി തന്നെയാണ്. നീ എങ്ങനെയാ തീറ്റ കൊടുക്കാറ്? ഞാൻ തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ വിതറിയിടും. അപ്പോൾ എല്ലാ കുളത്തിലും ഓരോരുത്തരായിട്ട് ഓരോ കുളത്തിലിടും? ഞാൻ ഈ കുളത്തിൽ. ഇതാണ് നിന്റെ കുളം. അപ്പൊ നിന്റെ കുളം ഏതാ? ഞാൻ അതിന്റെ അപ്പുറത്തെ. അപ്പൊ നിന്റെ കുളം ഏതാ? ഇത്. നിങ്ങളുടെ കുളം ഏതാ? അത് അറ്റത്തെ കുളമാണ് നിങ്ങളുടെ കുളം. അറ്റത്തെ കുളമാണ്. അപ്പൊ ഇവരൊക്കെയാണ് ഈ കുളത്തില് മീൻ തീറ്റ കൊടുക്കുന്ന ആൾക്കാര്. അപ്പൊ ഇവര് 3 നേരം വരും നിങ്ങൾ തീറ്റ കൊടുക്കാനായിട്ട്? 2 നേരം, രാവിലെ ഉച്ചയ്ക്കും. വൈകുന്നേരം പാര കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം എത്ര സ്ഥലത്ത് എത്ര കുളങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് 2.5 സെന്റ് സ്ഥലത്ത് ഒരു 4 കുളം. 2.5 സെന്റ് സ്ഥലത്ത് 4 കുളം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മീനുകളല്ല, വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ ഇതിലിപ്പോ നട്ടർ, പിന്നെ റോഹു, കട്ട്ള, വാള, പിന്നെ കരിമീനുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് മീനെ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാല് എല്ലാ ദിവസവും നമുക്ക് ഇതിൽ നിന്ന് മീന് പിടിച്ച് കുഴപ്പങ്ങളില്ലാണ്ട് കിട്ടുകയാണെങ്കിൽ അല്ല, ഇപ്പൊ നമ്മൾ എത്ര വർഷമായി, അല്ല എത്ര സമയമായി? ഇപ്പൊ മാസം ഒരു 6 മാസം ഒക്കെ ആയി. 6 മാസമായി ഇപ്പൊ നമ്മൾ 6-7 മാസമായി ഇപ്പൊ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഇത് മീൻ പിടിച്ച് കൂട്ടാൻ വെച്ചോ? ഇല്ല, വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു സാധാരണ നമ്മൾ വീട്ടിലേക്ക് പടുതാ കുളങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുളമായിട്ടാണ് ചെയ്യുക. പക്ഷേ ഇവർ ഇത് ചെയ്തിരിക്കുന്നത് 4 കുളങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം ഇതിലെല്ലാം വ്യത്യസ്തമായ രീതിയിൽ മീനെ വളർത്താമെന്നുള്ളതാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചല്ലല്ലോ നമ്മൾ മീൻ ഇട്ടിട്ടുള്ളത്. അല്ലല്ല, ഇതിലിപ്പോൾ 6 മാസം വരെ എത്തിയിട്ടുള്ള മീനാണ് മാക്സിമം ഉള്ളത്. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം 4 മാസം ആവാറായി. ആദ്യം ഇട്ടപ്പോൾ 2 മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഇട്ടിരുന്നു. അപ്പോൾ അതാണ് മൊത്തം 6 മാസമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുളത്തിലാണ് ഇപ്പോൾ 6 മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ള ഇതിൽ നട്ടറാണുള്ളത്. കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ 6 മാസം ആവുന്നതും 4 മാസം ആവാറായതുണ്ട്, 5 മാസം ആവാറായതുണ്ട്, 3 മാസം ആയതുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവുകളാണ്, രീതിയിലാണ്. എല്ലാ സമയത്തും നമുക്ക് ഇതിൽ നിന്ന് മീനെ കിട്ടും. മിക്കവാറും പല വലിപ്പത്തിലാണല്ലോ, പല സൈസിലാണല്ലോ വരുന്നത്. പല സൈസിലാണ് വരുന്നത്. നമുക്കിതിൽ എന്തൊക്കെയാണ് നിങ്ങളിതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ പുറത്തുനിന്ന് വല്ല പാമ്പോ കിളികളൊക്കെ വരാതിരിക്കാനായിട്ട്? അതിലിപ്പോൾ ഇവിടെ ഒരു കണ്ണാടി പോലെ ഇട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാതും അതിൽ കുടുങ്ങും, വന്ന് അതിനുള്ളിൽ കയറാൻ ശ്രമിച്ചാലും കുടുങ്ങിയോളും. പറമ്പിലേക്ക് വെക്കുന്ന സമയത്ത് ഈ പാമ്പ് അതന്നെ അത് വന്ന് കയറാണ്ടിരിക്കാനായിട്ട് ഇത് ചുറ്റും അടിച്ചിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് അടിച്ചു. അപ്പൊ ഒന്നും അപ്പൊ മീനെ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ വല മുകളിലിട്ടുണ്ടല്ലോ, അത് നമ്മൾ എല്ലാ കുളത്തിന്റെയും മുകളിൽ എല്ലാ കുളത്തിന്റെ മുകളിൽ ഇട്ടുണ്ട്. നമുക്ക് ഇതിന് വെള്ളം മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാ? വെള്ളം മാറ്റാനായിട്ട് ഇത് നമ്മൾ അതിനൊരു മോട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. മോട്ടർ വെച്ചിട്ട് അത് നമ്മൾ ഇളക്കി അടിയിൽ നിന്ന് അതിൻ്റെ അമോണിയായിട്ടുള്ള വെള്ളത്തിനെടുത്ത് ഈ തെങ്ങുകളിലേക്കും ഈ പച്ചക്കറികളിലേക്കും ഒക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ പറമ്പിലുള്ള മറ്റ് പച്ചക്കറി തെങ്ങെല്ലാം വെള്ളത്തിൽ നിന്നാണ്. നമ്മൾ ഇതിൽ നിന്ന് അടിച്ചെടുക്കുന്ന ഈ വെള്ളം സാധനങ്ങൾ എങ്ങനെയാണ് ഒഴുക്കി കളയണത്? ഇത് കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഇവിടുന്ന് അടിച്ചെടുത്ത് ഇതിൽ 50% വെള്ളം മാത്രമാണ് നമ്മൾ അറ്റ് എ ടൈം മാറ്റുന്നത്. 50% വെള്ളം. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഓസിട്ടിട്ട് എല്ലാ തെങ്ങിൻ്റെ കടക്കിലേക്കും നമ്മൾ എത്തിക്കും. നിങ്ങളുടെ പറമ്പിൽ ഒരു 12 തെങ്ങോളതിലുണ്ട്. എല്ലാ തെങ്ങിനും നമ്മൾ അടിക്കും. പിന്നെ അവിടെ പുറകിൽ കുറച്ച് പച്ചക്കറി ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിന്നുള്ള നല്ല വെള്ളമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിത് കുറേയും കൂടി വിപുലീകരിക്കാനുള്ള എന്തെങ്കിലും ആലോചനയുണ്ടോ? ആഗ്രഹമുണ്ട്. അത് നമ്മുടെ തന്നെ വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അഗ്രിയുടെ നല്ല ഇത്തിരി കൂടിയും അതിനോട് യോജിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ ഇത്തിരി കൂടി എളുപ്പമാണ്. അവിടെ ഇത്തിരി മണ്ണുകുളം ചെയ്യാൻ പറ്റും. അവിടെ ഈ ടാർപ്പായ കുളമല്ല, മണ്ണുകുളമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് സൗകര്യമുണ്ട്. പിന്നെ അവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ചെയ്യാൻ. ഒരു ഇമ്മട്ടി ഫാം വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ. അപ്പൊ ഇതൊരു ട്രയൽ റണ്ണാണ് ഇപ്പൊ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സ്കൂളിൽ പോയിരിക്കുകയാണ്. മീൻ കുളത്തിലേക്ക് തീറ്റ കൊടുക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തേക്ക് കളിക്കാനൊക്കെ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു പ്രധാന എന്റർടൈൻമെന്റ് മീനെ തീറ്റ കൊടുക്കലാണ്. നിന്റെ പേരെന്നാ? ഡാനിയേൽ, ജോഷി, ഡൊമിനിക്, ക്രിസ്റ്റഫർ, ഏഞ്ചൽ, ആഗിനൽ. നിങ്ങൾ എങ്ങനെയാ ഈ മീനൊക്കെ തീറ്റ കൊടുക്ക? ഞങ്ങളല്ല, അവര്. ആര്? ഡാൻ ചേട്ടനും പിന്നെ ഡോം ചേട്ടൻ. അതെ, നിങ്ങൾ കൂടെ വരും? ഞങ്ങൾ കൂടെ കാണാനായിട്ട്. അപ്പൊ കാണാനായിട്ട് വരുമ്പോ നിങ്ങൾ കുറേശ്ശെ മീനിട്ട് തീറ്റ ഇട്ട് കൊടുക്കില്ല? കുറേശ്ശെ ഇട്ട് കൊടുക്കും. കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പൊ മീൻ വന്നിട്ട് തിന്നത് കാണാൻ നല്ല രസമാണോ? നീ മീനിട്ട് തീറ്റിട്ട് കൊടുക്കാറുണ്ടോ?
അപ്പൊ എങ്ങനെ മീൻ വന്ന് എങ്ങനെ തിന്നാ? ഇങ്ങനെ വേഗം തിന്നും. വേഗം വന്ന് തിന്നോ? നല്ല രസമാണ് കാണാനായിട്ട്. ആ മീന് പിടിച്ച് നിങ്ങൾ തിന്നണ്ടാ? ഇല്ല. അപ്പൊ ഒരെണ്ണം ഇനി പപ്പോട് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു കുറച്ചെണ്ണം പിടിച്ചിട്ട് വറുത്ത് തരാനായിട്ട് പറഞ്ഞോളൂട്ടാ. നീ എപ്പോഴേക്കും തീറ്റിട്ട് കൊടുക്ക? രാവിലെയും ഉച്ചയ്ക്കും. രാവിലെയും ഉച്ചയ്ക്ക് കൊടുക്കും. എങ്ങനെ തീറ്റിട്ട് കൊടുക്കുമ്പോഴുള്ള മീൻ എങ്ങനെയാ വന്ന് കഴിക്കുക? കൂട്ടമായിട്ടേക്ക് വന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുത്ത കുറെ സമയത്തിന് ശേഷം കൂട്ടായിട്ട് കഴിക്കും. കൂട്ടായിട്ട് കഴിക്കും മീൻ തീറ്റിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ തീറ്റ എങ്ങനെ വിതറി കൊടുക്കും? ഇങ്ങനെ എറിയുമ്പോ അത് വന്ന് ചാടി കടിച്ചിട്ട് പോകും. എറിയുമ്പോ ചാടി കടിക്കും? ആ കുളത്തിലത്തെ മീൻ അല്ലേ? അതെന്ത് മീൻ അതിൽ കിടക്കുന്നത്? നെട്ടർ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ചാടി കടിക്കും, തിന്നിട്ട് പോകും. അപ്പൊ എന്തായാലും ഇത് നമുക്ക് മീൻ വളർത്തലില് വലിയ മീനൊക്കെ ഉണ്ടായിട്ട് മീനെ പിടിക്കുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്കളിനെ വിളിച്ചിട്ട് മീനൊക്കെ കറി വെച്ചിട്ട് തന്നോളൂട്ടോ വറുത്തിട്ട്. അപ്പൊ നമുക്ക് ഇതിലത്തെ മീനെ പിടിച്ച് കറി വെക്കേണ്ട ദിവസം നമ്മളൊരു വീഡിയോ ചെയ്യും. നിങ്ങളെല്ലാവരും കൂടി നമ്മളിവിടെ പുറത്ത് സ്റ്റവ് ഒക്കെ ഇട്ട് മീനെ പിടിച്ച് വറുത്ത് ഈ കുളത്തിൽ മീൻ പിടിക്കുന്നതിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് പാട്ടൊക്കെ പാടിയിട്ട് നല്ല സെറ്റപ്പ് വീഡിയോ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. പാട്ട് പാടില്ലേ നിങ്ങൾ നമ്മൾ മീൻ വറക്കണമെന്ന്? അപ്പോൾ ഇത്രയും സമയം മാജറ്റ് മീഡിയയോട് ചിലവഴിച്ച് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഇവർ നമുക്ക് പകർന്നു തന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകം നന്ദി. ഇത് ചേട്ടനും അനിയനാണ് ഇമ്മട്ടി സൗണ്ട്. പക്ഷേ എനിക്ക് ഇവരോടൊക്കെയുള്ള ഏറ്റവും വലിയൊരു സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വീട് ആദ്യം പണിതു, അപ്പുറത്ത് വേറൊരു വീട് പണിതു. പക്ഷേ വീട് 2 പണിതിട്ടും ചേട്ടനും അനിയനും കൂടി ഇപ്പോഴും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. മറ്റേ വീട് വെറുതെ ഇവരുടെ സൗണ്ടിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് ഞാൻ ഇവരെ പലപ്പോഴും പല സ്ഥലങ്ങളിലും കൂട്ടിമുട്ടാറുണ്ട്. ഇവരെപ്പോഴും ഒരു കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ നമുക്കെല്ലാം ഒരു മാതൃക കൂടിയാണ് ഇവർ. അപ്പോൾ ഇവർ ഒരുമിച്ച് തന്നെയാണ് ഈ മീൻ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞു തന്ന ഇമ്മട്ടി ചേട്ടന്മാരെന്നാണ് ഞങ്ങൾ എളുപ്പത്തിൽ ഞങ്ങൾ ഇവരെ പറയാറ്. അപ്പോൾ സിബിയേട്ടനും ജോഷിയേട്ടനും ഇവർക്കെല്ലാം പ്രത്യേക നന്ദി.